മോഹൻലാലിൻ്റെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ കയ്യൊപ്പ് എന്നുള്ള പേര് തന്നെ ഇതിന് അന്വർത്ഥമാണ്. കാരണം ഹൃദയത്തിൽ നന്മയുടെ കയ്യൊപ്പുള്ള വ്യക്തിയാണ് മോഹൻലാൽ. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്. നമുക്ക് ഒരിക്കലും പിണങ്ങാൻ സാധിക്കാത്ത ആളാണ് മോഹൻലാൽ. ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് മോഹൻലാലായിട്ടൊന്ന് പിണങ്ങാനും വഴക്കിടാനൊക്കെ. കുറച്ച് കാലം, കുറച്ച് കൊല്ലങ്ങൾ എൻ്റെ മനസ്സിലൊരു പണക്കമായിട്ട് ഞാൻ മാറി നിന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മോഹൻലാൽ അത് കാര്യമായിട്ട് എടുത്തിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഒരു 10-12 വർഷങ്ങൾക്ക് ഉള്ള ഇടവേളകൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ആ കാലം മുഴുവൻ നല്ലൊരു എഡിറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ്. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ മുഴുവൻ. അത്രയും തുറന്ന മനസ്സോടുകൂടി പെരുമാറുന്ന ഒരു സുഹൃത്താണ്. ഞാൻ ഓർക്കുന്ന ഒരു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ലാല് സിനിമയിൽ കടന്നു വന്ന സമയത്ത്, അന്ന് ഞാനും പ്രിയനുമൊക്കെ മിക്കവാറും എല്ലാ സിനിമകളും മോഹൻലാലിനെ വെച്ച് പ്ലാൻ ചെയ്യുകയും എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ സോ കോൾഡ് സ്റ്റാർസിനെ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാറില്ല. അപ്പോൾ പ്രിയൻ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവനൊന്നൊരു സൂപ്പർ സ്റ്റാറായി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവർ സൂപ്പർ സ്റ്റാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ, നമ്മുടെ കൂടെ കിടന്നുറങ്ങുകയും കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരാൾ സൂപ്പർ സ്റ്റാറായി. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകളുടേക്കാൾ എത്രയോ ഉയരത്തിലാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നന്മയുള്ള എല്ലാ കലാകാരന്മാരും മോഹൻലാലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ രഞ്ജിത്തൊക്കെ വേറെ ഏതെല്ലാം മേഖലകളിലൂടെ പോയാലും ലാൽ എന്ന് പറയുമ്പോൾ ലാലിൻ്റെ ഒരു സൗഹൃദം, ലാലുള്ള സിനിമ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. അടുത്ത കാലത്ത് രഞ്ജിത്ത് പറഞ്ഞത് സിനിമ എത്ര മാറിയാലും ചില പ്രത്യേക കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ, ചില പ്രത്യേക സംഭാഷണങ്ങൾ പറയണമെങ്കിൽ അത് മോഹൻലാൽ തന്നെ വേണം. മോഹൻലാൽ തന്നെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. ചിലത് മമ്മൂട്ടി തന്നെ വേണം, മമ്മൂട്ടി തന്നെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പോൾ മാറ്റങ്ങൾ എത്രയുണ്ടായാലും ആ മാറ്റങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്, കലാകാരനാണ് മോഹൻലാൽ. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കുറേ പേർക്ക് ലാലിനെ ചില അതിശയമാണ്. ലാൽ എഴുതുകയോ എന്ന് തോന്നും. എനിക്ക് തീരെ അതിശയമില്ല. കാരണം ലാലിൻ്റെ രചനകൾ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. നിമിഷം കൊണ്ടൊക്കെ ലാൽ കഥകൾ എഴുതും, കവിതകൾ എഴുതും. ഒരുപാട് കവിതകൾ എനിക്ക് പണ്ട് ഗാനരചനയിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ അടുത്ത് ലാൽ കവിതകളായിട്ടാണ് സമീപിക്കാറുള്ളത്. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. കാരണം സച്ചിദാനന്ദൻ്റെയും കടമ്മനിട്ടയുടെയും കുഞ്ഞുണ്ണി മാഷിൻ്റെയും ഒക്കെ കവിതകൾ വായിക്കാൻ ഇയാൾക്ക് എവിടെ നിന്ന് നേരമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഡെമ്മികൾ, ഇന്ന് നമുക്ക് പറയുന്ന പോലെ മിമിക്രി പോലുള്ള ചില കവിതകൾ നിമിഷ നേരം കൊണ്ട് ലാൽ എഴുതി തരും. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ സ്റ്റൈലിലുള്ള കവിത, ഇപ്പോൾ പഞ്ചാര കുന്നിൻ്റെ ചോട്ടിലിരുന്നൊരു കുഞ്ഞനുറുമ്പ് കരഞ്ഞു, ഒരു കുഞ്ഞുണ്ണി ഉറുമ്പ് കരഞ്ഞു, എത്ര ചെറിയതാണ് എൻ്റെ വായ, എത്ര ചെറിയതാണ് എൻ്റെ വയറൊന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞാൽ എഴുതിയാൽ അതുപോലെ ഉള്ളൊരു കവിത പെട്ടെന്ന് ലാൽ ഉണ്ടാക്കി തരും. എന്നിട്ട് ലാൽ തന്നെ അതിൽ പേര് എഴുതും, ലാലുണ്ണി എന്നെഴുതും. ശാന്തയെ പോലുള്ള നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളം പോലുള്ള കവിതകൾ തീക്ഷ്ണമായ ഭാഷയിലുള്ള കുറച്ച് വരികൾ എഴുതിയിട്ട് ലാലിട്ട. അങ്ങനെ ലാലിട്ട, ലാലുണ്ണി, ലാലാശാൻ, ലാലത്തോൾ, അങ്ങനെ ലാലൂര്, അങ്ങനെ കുറേ കവിതകളുടെ ഇമിറ്റേഷൻസ് ലാൽ എഴുതി തരാറുണ്ട്. അതൊക്കെ വളരെ രസകരമായിരുന്നു. ചിലപ്പോൾ ചില കത്തുകളൊക്കെ, ഉർവശി ഒരു ദിവസം മഴവിൽ കാവടിയിൽ അഭിനയിക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ലാലേട്ടൻ ഒരു കത്ത് തന്നിട്ടുണ്ട്, ആ കത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതീവ രസകരമായിരുന്നു ആ ലെറ്റർ. ആ ലെറ്ററും പൊടിമോളെന്ന് ഉർവശിയിൽ വിളിക്കാറുണ്ട്. എന്തോ ഒരു പേര് എഴുതി, ഞാൻ എന്തോ ധൂമ എന്തോ അങ്ങനെ ഒരു പേരൊക്കെ എഴുതിയില്ല. ഇതൊക്കെ ലാലിൻ്റെ കുറേ തമാശകളാണ്. ചില സമയത്ത് പറയും, എനിക്ക് കവിത എഴുതാൻ മുട്ടുന്നു, എനിക്കൊരു വിഷയം തരൂ. പാവൻ ലോഹിതദാസ് ഒരിക്കൽ, ഞാനും ലോഹിതദാസും കൂടി ഇരിക്കുമ്പോൾ ലാൽ പറഞ്ഞു, എനിക്ക് കവിത എഴുതാൻ മുട്ടുന്നു, എനിക്ക് വലിയ വിഷയം തരൂ. ലോഹിതദാസ് വളരെ സീരിയസ് ആയിട്ട് താടി കൊഴിഞ്ഞ്, ലാലെ, മഹായാനത്തിൻ്റെ സമയത്ത് ധർമ്മപുത്രർ വനവാസത്തിന് പോകുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞ് വലിയ തീവ്രമായ വിഷയം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ലാലിന് കവിത എഴുതാൻ ഞാൻ വിഷയം തരാം. കമ്പിയില്ല, കമ്പി. ഒരു ടെലഗ്രാമിന് ഓ ഹാപ്പി, ഉടനെ കവിത എഴുതാൻ പോയി. അങ്ങനെ ലാലിൻ്റെ രചന ഒരുപാട് ഇതിനു മുമ്പ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. ഇടക്കാലത്ത് വായിക്കാൻ കുറേ താല്പര്യം തോന്നി. അത് സന്മനസ്സുള്ള സമാധാനത്തിൻ്റെ കഴിഞ്ഞ സമയത്ത് മറ്റാണെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, വായന കുറവാണ്, എനിക്ക് നല്ല കുറേ പുസ്തകങ്ങൾ വായിക്കണം. ഞാൻ വളരെ സീരിയസ് ആണെന്ന് വിചാരിച്ചു. എൻ്റെ സ്വന്തം ചിലവിൽ ആ പൈസ എപ്പോഴും തന്നിട്ടില്ല.
DC ബുക്സിൽ അന്ന് കയറി എനിക്കിഷ്ടപ്പെട്ട കുറേ പുസ്തകങ്ങൾ ഒരു സൂട്ട് കേസ് മുഴുവനുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ എൻ്റെ അടുത്ത് വെച്ച് ഇതൊക്കെ ഇയാൾ വായിക്കുന്നത് വെച്ചിട്ടാണ് എന്താ വാങ്ങിക്കുന്നത്. ഞാൻ വായിക്കും. അങ്ങനെ OV വിജയൻ്റെ ബുക്കുകൾ, MTയുടെ, മാധവിക്കുട്ടിയുടെ, അങ്ങനെ കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചൊരു സൂട്ട് കേസിലാക്കി ഞാൻ കൊടുത്തു. എൻ്റെ അടുത്ത് വലിയ നന്ദിയൊക്കെ പറഞ്ഞു. ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും ഞാനൊരു 5-6 കൊല്ലം ഞാൻ ആ ബുക്ക് ഉള്ള സൂട്ട് കേസ് ലാലിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ എക്സർസൈസ് ചെയ്യാനുള്ള സാധനങ്ങളുടെ കൂടെ ആൻ്റണി പലപ്പോഴും എടുത്തു വയ്ക്കുന്ന സൂട്ട് കേസ് ഞാൻ നോക്കുമ്പോൾ ഞാൻ കൊടുത്ത പുസ്തകങ്ങൾ തൊട്ട് നോക്കിയിട്ടില്ല. പക്ഷെ പിന്നീട് അത് എവിടെയോ കളഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആ വായനയൊന്നും വളരെ അത്യാവശ്യം. ഇന്നസെൻറ്റിനും മോഹൻലാലിനും അങ്ങനെ വളരെ കൂടുതൽ വായനയുടെ ആവശ്യമില്ല. ഒരു ഇന്നസെൻ്റ് ഒരിക്കൽ പറഞ്ഞു എനിക്ക് വായിക്കാനുള്ള ഞാൻ തന്നെ എഴുതും, ഞാൻ തന്നെ വായിക്കും. അതുപോലെ മോഹൻലാൽ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയിലും ഇത്തരം കാര്യങ്ങൾ കുറിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ രേഖപ്പെടുത്താൻ തയ്യാറാവുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഇത് വളരെ ഗൗരവമായിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും വലിയ ചൂട് പിടിച്ച വിഷയമായിരിക്കുന്ന TP വധത്തിൻ്റെ പറ്റിയിട്ട് 2 അമ്മമാരെ പറ്റി ലാൽ എഴുതിയപ്പോൾ അപ്പോഴാണ് ലോകം അതറിഞ്ഞത്. വേണ്ട വിഷയങ്ങളെപ്പറ്റി വേണ്ട സമയത്ത് പ്രതികരിക്കാൻ ലാലിന് മടിയില്ല, ഭയവുമില്ല. അപ്പോൾ നമുക്ക് ഒരു എഴുത്തുകാരനെ കിട്ടുന്നു എന്ന് പറയാൻ പറ്റില്ല. എഴുത്തുകാരനെ ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ആ എഴുത്തുകാരനെ കുറേ കൂടി ശ്രദ്ധയിലേക്ക് വരുത്താൻ മാതൃഭൂമി ബുക്സ് ശ്രമിക്കുന്നു എന്നുള്ള വലിയ സന്തോഷമാണ്.